സോഷ്യൽ മീഡിയയിലെ താൽക്കാലികമായ കയ്യടികൾക്കും കാഴ്ചക്കാരുടെ എണ്ണം കൂട്ടുന്നതിനും വേണ്ടി നടത്തുന്ന സാഹസികതകൾ എങ്ങനെ ഒരു ദുരന്തമായി മാറുന്നു എന്നതിനെ ഞെട്ടിക്കുന്ന ഉദാഹരണമായിരിക്കുകയാണ് ഫിലിപ്പീൻസിൽ നിന്നുള്ള ഈ വാർത്ത. ഫിലിപ്പീൻസിലെ പലാവൻ പ്രവിശ്യയിൽ നിന്നുള്ള 51-കാരിയായ എമ്മ അമിത് ആണ് അജ്ഞാതമായ കടൽ വിഭവം പരീക്ഷണാർത്ഥം കഴിച്ച ദാരുണമായി മരണപ്പെട്ടത്. ഫെബ്രുവരി 4-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. എമ്മയും സുഹൃത്തുക്കളും ചേർന്ന് തങ്ങളുടെ വീടിനടുത്തുള്ള കണ്ടൽക്കാടുകളിൽ നിന്ന് കടൽ വിഭവങ്ങൾ ശേഖരിക്കുന്നതും അത് പാകം ചെയ്യുന്നതും വീഡിയോയിൽ പകർത്തുകയായിരുന്നു. കണ്ടൽക്കാടുകളിലെ ചതുപ്പിൽ നിന്ന് ലഭിച്ച പലതരം കടൽ ജീവികളെ ഇവർ ശേഖരിച്ച വിഭവങ്ങൾ വൃത്തിയാക്കിയ ശേഷം തേങ്ങാപ്പാലിൽ ചേർത്ത് പാകം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇവർ സോഷ്യൽ മീഡിയയ്ക്കായി റെക്കോർഡ് ചെയ്തു. ഇതിനിടയിൽ സ്റ്റൂ പോലെ തോന്നിക്കുന്ന ഒരു കടലൊച്ചനെ എമ്മ ആസ്വദിച്ച് കഴിക്കുന്നതും വീഡിയോയിൽ വ്യക്തമാണ്. ഇതാണ് പിന്നീട് മരണകാരണമായി മാറിയത്. ഭക്ഷണം കഴിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എമ്മയ്ക്ക് അസ്വസ്ഥതകൾ പ്രകടമായി തുടങ്ങി. താൻ കഴിച്ച ഭക്ഷണത്തിൽ എന്തോ തകരാറുണ്ടെന്ന് അവർക്ക് തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ തുടക്കത്തിൽ ഇതൊരു നിസ്സാര ശാരീരിക ബുദ്ധിമുട്ടായിരിക്കുമെന്ന് കരുതി അവർ അവഗണിക്കുകയായിരുന്നു. പക്ഷേ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ എമ്മയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി. കടുത്ത തലകറക്കവും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടതോടെ കുടുംബാംഗങ്ങൾ പരിഭ്രാന്തരായി. ഉടൻ തന്നെ അവരെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും സ്ഥിതി വഷളായിക്കൊണ്ടിരുന്നു. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ എമ്മയ്ക്ക് ഹൃദയാഘാതം സംഭവിച്ചു. അബോധാവസ്ഥയിലായ അവരുടെ ചുണ്ടുകൾ നീല നിറമായി മാറിയിരുന്നു. ശരീരത്തിന്റെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഡോക്ടർമാർ പിന്നീട് വിലയിരുത്തി. അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയെങ്കിലും എമ്മയുടെ ജീവൻ രക്ഷിക്കാനായില്ല. 2 ദിവസത്തോളം മരണത്തോട് മല്ലിട്ട ശേഷം ഫെബ്രുവരി 6-ന് അവർ ലോകത്തോടും തന്റെ പ്രിയപ്പെട്ടവരോടും വിട പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ കരുതിയിരുന്ന വീഡിയോ അവരുടെ അവസാന ദൃശ്യങ്ങളായി മാറി. മരണശേഷം എമ്മയുടെ വീട്ടിൽ അധികൃതർ നടത്തിയ വിശദമായ പരിശോധനയിലാണ് അപകടത്തിന്റെ യഥാർത്ഥ കാരണം വെളിപ്പെട്ടത്. അവിടെ നിന്ന് ഡെവിൾ ക്രാബിന്റെ പുറം തോടുകൾ കണ്ടെത്തി. പ്രാദേശികമായി ഇത്തരത്തിൽ അറിയപ്പെടുന്ന കടലൊച്ചുകൾ അതീവ വിഷാംശമുള്ളതാണ്. പഫർ ഫിഷുകൾക്ക് സമാനമായ മാരക വിഷമാണ് ഇത്തരം കടലൊച്ചുകളിലും അടങ്ങിയിരിക്കുന്നത്. സാക്സിറ്റോസ്കിൻ, ടെട്രോഡോടോസ്കിൻ തുടങ്ങിയ അതിശക്തമായ ന്യൂറോടോക്സിനുകൾ ഇവയുടെ ശരീരത്തിലുണ്ട്. ഈ വിഷാംശം ശരീരത്തിലെത്തിയാൽ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും തകരാറിലാകും. ഇത്തരം വിഷവസ്തുക്കളുടെ ഏറ്റവും വലിയ അപകടം അവ പാകം ചെയ്താലും നശിക്കില്ല എന്നതാണ്. ഉയർന്ന താപനിലയിൽ തിളപ്പിച്ചാലും ഇതിലെ വിഷാംശം അതേപടി നിലനിൽക്കും. കൃത്യമായ അറിവില്ലാതെ ഇത്തരം ജീവികളെ ഭക്ഷണമാക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു.